ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്ക് എന്ന് പറയുന്ന പേപ്പറിലെ പ്രോബബിലിറ്റി ചാപ്റ്റർ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തത്. പ്രോബബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് 3 ചോദ്യങ്ങൾ നമ്മൾ നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാമത്തെ മറ്റൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക്, നിങ്ങളെ സുഹൃത്തുക്കളിലേക്ക് ഈ ക്ലാസ്സുകൾ അയച്ചു കൊടുക്കുക. അതോടൊപ്പം എന്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഓരോ ചാപ്റ്റർ ബേസ് ക്ലാസ്സുകളും നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതാണ്. അതിനായിട്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: എ ബോൾ ഈസ് ഡ്രോൺ ഫ്രം എ ബാഗ് കണ്ടെയ്നിങ് 4 വൈറ്റ് 6 ബ്ലാക്ക് ആൻഡ് 5 റെഡ് ബോൾസ്. ഫൈൻഡ് ദി പ്രോബബിലിറ്റി ദാറ്റ് എ ബോൾ ഈസ് ഡ്രോൺ. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് വൈറ്റ്, സെക്കൻഡ് വൺ റെഡ്, ദെൻ തേർഡ് ബ്ലാക്ക്, ദെൻ നോ റെഡ്, റെഡ് ഓർ വൈറ്റ്. ഇത്രയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നേരത്തെയൊക്കെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? സാമ്പിൾ സ്പേസ് നോട്ട് ചെയ്ത് വെക്കണം. ആദ്യം ചെയ്യേണ്ടത് സാമ്പിൾ സ്പേസ് നോട്ട് ചെയ്ത് വെക്കണം. ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ നേരത്തെ ചെയ്ത 2 ക്ലാസ്സുകൾ കൃത്യമായിട്ട് വാച്ച് ചെയ്തവർക്ക് മാത്രമേ ഈ ക്ലാസ് മനസ്സിലാവുകയുള്ളൂ. നിർബന്ധമായിട്ടും ആ ക്ലാസ്സുകൾ വാച്ച് ചെയ്യണം. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ നമുക്ക് പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മൾ സാമ്പിൾ സ്പേസ് നോട്ട് ചെയ്ത് വെക്കണം. ഒരു ബാഗിൽ നിന്നും ഒരു ബോളിൽ നമ്മൾ ഡ്രോ ചെയ്യുകയാണെങ്കിൽ അതിൽ എല്ലാം വൈറ്റ് ആകാനുള്ള ചാൻസ്, റെഡ് ആകാനുള്ള ചാൻസ്, ബ്ലാക്ക് ആകാനുള്ള ചാൻസ്, നോ റെഡ് ആകാന്, അല്ലെ റെഡ് ഓർ വൈറ്റ്. ഓക്കെ, ഇപ്പൊ ഇവിടെ സാമ്പിൾ സ്പേസിൽ എങ്ങനെയാണ് വരിക? 4 വൈറ്റ് ആണ്. ഇപ്പൊ 1 2 3 4 വൈറ്റിന് നമ്മൾ W എന്ന് സൂചിപ്പിക്കുന്നു. W1 2 3 4. ഇനി 6 ബ്ലാക്ക് ആണ്. ഇപ്പൊ B1 B2 B3 B4 B5 B6. ഓക്കെ, ഇനി 5 റെഡ് ആണ്. ഓക്കെ, എങ്ങനെ വരും? റെഡ് 1 2 3 4 5. റെഡ് 5 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ടോട്ടൽ ഔട്ട്കംസ് ഇത്രയാണ്: 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഓക്കെ, ടോട്ടൽ വരുന്നത് 15 ആണ് ഔട്ട്കംസ് വരുന്നത്. ഇനി നിങ്ങളോട് ചോദിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എന്താണ്? വൈറ്റ് ആണ്. വൈറ്റ് കിട്ടാനുള്ള സാധ്യത അല്ലെങ്കിൽ പ്രോബബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. വൈറ്റ് ഇവിടെ 1 2 3 4. ഇനി ടോട്ടൽ ഔട്ട്കംസ് എത്രയാണ്? 15 ആണ്. അപ്പൊ ആൻസർ എന്ത് വരും? 4/15. വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. രണ്ടാമത്തെ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ആണ്. റെഡ് കിട്ടാനുള്ള സാധ്യത എന്താണെന്നുള്ളതാണ്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് എന്താണ്? 1 2 3 4 5. 5/15 വരും. ഓക്കെ, ഇനി മൂന്നാമത്തത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് ആണ്. ബ്ലാക്ക് കിട്ടാനുള്ള സാധ്യത എത്രയാണ്? ബ്ലാക്ക് മൊത്തം എത്ര ഇവിടെ ഉണ്ട്? 6 എണ്ണമാണുള്ളത്. 6/15 വരും. ഇനി 4. അടുത്ത് വരുന്നത് എന്താണ്? നോ റെഡ്. റെഡ് ഇല്ലാത്തത്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നോ റെഡ് ആണ്. റെഡ് ഇല്ലാതെ വരുന്നതാണ്. റെഡ് ഇല്ലാതെ വരുന്നതാണ്. ഇതില്ലാതെ വരുന്നത് ഈ 6ഉം ഈ 4ഉം എത്ര വരും? ടോട്ടല് 10 വരും. 10/15 വരും. ഇനി നെക്സ്റ്റ് അഞ്ചാമത്തത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ഓർ വൈറ്റ് ആണ്. റെഡ് അല്ലെങ്കിൽ വൈറ്റ് കിട്ടാനുള്ള സാധ്യത. റെഡ് 5 എണ്ണം, വൈറ്റ് എത്രയാണ്? 4 എണ്ണമാണ്. അപ്പൊ ഇവിടെ 9. 5 4 9 എന്ത് വരും? 15 എന്ന് വരും. ഇത്തരത്തിലാണ് ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു പ്രാവശ്യം ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമാണ്. അപ്പൊ ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്യുക. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ദാറ്റ് എ ലീപ് ഇയർ സെലക്ടഡ് അറ്റ് എ റാൻഡം വിൽ കണ്ടെയ്ൻ 53 സൺഡേസ്? ഓക്കെ, അതായത് ഒരു ലീപ് ഇയറിൽ 53 സൺഡേ വരാനുള്ള പ്രോബബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ലീപ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ലീപ് ഇയർ എന്ന് പറയുന്നത് ടോട്ടലി 366 ദിവസം ഉണ്ടാവും. നോർമലി 365 ദിവസമാണ് 1 ഇയർ എന്ന് പറയുന്നത്. പക്ഷെ ലീപ് ഇയർ ആണെങ്കിൽ അതെന്തുണ്ടാവും? 366 ഉണ്ടാവും. കാരണം എന്താ? ഫെബ്രുവരിയിൽ ഒരു ദിവസം എക്സ്ട്രാ 29 മൊത്തം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ 366 ഡേയ്സ് വരും. ഓക്കെ, 366 ഡേയ്സ് മൊത്തം ഒരു ലീപ് ഇയറിൽ ഉണ്ടായിരിക്കും.
അതായത് 366 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ് 52 വീക്സ്. 52 വീക്സും പ്ലസ് 2 ഡേയ്സ് ആണ്. അതായത് 52 വീക്സ് എന്ന് പറയുന്നത് എന്താണ് 52 വീക്സ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 14 1 ബാക്കി 364 കിട്ടും. ടോട്ടൽ 364 52 വീക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ കൂടെ പ്ലസ് 2 2 ഡേയ്സ് കൂടെ ആഡ് ചെയ്തിട്ടാണ് 366 ദിവസം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 53 സൺഡേ ആകാനുള്ള ചാൻസ് ആണ് ചോദിക്കുന്നത്. ഇവിടെ 52 സൺഡേ എന്തായാലും ഓൾറെഡി ഉണ്ടാവും. 52 വീക്കിൽ ഒരു വീക്കിൽ ഒരു സൺഡേ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഈ 2 ഡേയ്സിൽ ഏതെങ്കിലും ഒന്ന് സൺഡേ ആയാലാണ് 53 സൺഡേ വരുന്നത്. അപ്പൊ ഇവിടെ ഈ 2 ഡേയ്സ് ഏതൊക്കെ ആകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഇവിടെ ജസ്റ്റ് നിങ്ങൾ നോക്കുക, ഇതിൽ 2 ഡേയ്സ് ഒന്നാമത്തെ സൺഡേയും രണ്ടാമത്തെ മൺഡേ ആകാം. ഓക്കെ, ഒന്നുകിൽ ഒന്നാമത്തെ സൺഡേ ആകാം, രണ്ടാമത്തെ എന്താകാം മൺഡേ ആകാം. ഇനിയുള്ള സാധ്യത എന്താ? ഒന്നാമത്തത് ഒരു ഡേ എന്ന് പറയുന്നത് സാറ്റർഡേ ആകാം, മറ്റൊന്ന് എന്താകാം സൺഡേ ആകാം. ഇനി സാധ്യതയുള്ള എന്താ? ഒന്നാമത്തത് മൺഡേ ആകാം, രണ്ടാമത്തെ എന്താകാം ട്യൂസ്ഡേ ആകാം. ഓക്കെ, ഇനി ഒന്നാമത്തത് ട്യൂസ്ഡേ ആകാം, രണ്ടാമത്തെ എന്താകാം വെനസ്ഡേ ആകാം. ഇനി ഒന്നാമത്തത് വെനസ്ഡേ ആകാം, രണ്ടാമത്തെ എന്താകാം തേഴ്സ്ഡേ ആകാം. ഇനി ഒന്നാമത്തത് തേഴ്സ്ഡേ ആകാം, നെക്സ്റ്റ് രണ്ടാമത്തത് എന്താകാം ഫ്രൈഡേ ആകാം. ഇനി ഒന്നാമത്തത് ഫ്രൈഡേ ആകാം, രണ്ടാമത്തെ എന്താകാം സാറ്റർഡേ ആകാം. ഓക്കെ അല്ലെ? അപ്പൊ ഇത്രയും ചാൻസുകളാണ് ഇവിടെ വരാൻ സാധ്യതയുള്ളത്. അതായത് ടോട്ടൽ എത്രയാണ്? ടോട്ടല് 7 ചാൻസ് ആണ് ഇവിടെ വരാൻ സാധ്യതയുള്ളത്. അതായത് ഈ 2 ഡേയ്സ് ഒന്നുകിൽ സൺഡേ മൺഡേ ആകാം, സാറ്റർഡേ സൺഡേ ആകാം, മൺഡേ ട്യൂസ്ഡേ ആകാം, ട്യൂസ്ഡേ വെനസ്ഡേ ആകാം, വെനസ്ഡേ തേഴ്സ്ഡേ, തേഴ്സ്ഡേ ഫ്രൈഡേ ആകാം, ഫ്രൈഡേയും സാറ്റർഡേ ആകാം. ഈ ബാലൻസ് ഉള്ള 2 ഡേയ്സ് ഇത്രയും ഡേയ്സ് ആകാനാണ് സാധ്യത. ഓക്കെ, അപ്പൊ ഇത് ഓരോന്നും എന്താണ്? ഓരോ ഇവന്റ് ആണ്, നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ. അപ്പൊ ഇവിടെ നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് സൺഡേ മൺഡേ സാറ്റർഡേ സൺഡേ ഇതേ രീതിയിലാണ് വരുന്നത്. ഇപ്പൊ നമ്മളോട് ചോദിക്കുന്നത് ഇവിടെ ബാലൻസ് വരുന്നത് 53 സൺഡേ വരണം. 52 ഓക്കെ വന്നു, ഇനി ഒരു സൺഡേ കൂടെ വരണം. അപ്പൊ അത് വരാനുള്ള ചാൻസ് ആണ് നമ്മൾ നോക്കേണ്ടത്. അതിനുള്ള ചാൻസ് എന്ന് പറയുന്നത് എത്രയാണ്? സൺഡേ ഇതിൽ വരുന്നത് എന്താണ്? 1 വരുന്നുണ്ട്, 2, ഈ 2 സൺഡേ ആണ് വരുന്നത്. അപ്പൊ ഇതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 2/7 ആണ്. ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ് 7 ആണ്. അപ്പൊ 2/7 ആണ് ഇതിന്റെ ആൻസർ വരിക. ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഒന്ന് മനസ്സിലാക്കി ചെയ്താൽ മാത്രമേ ഇത് മനസ്സിലാവും. ബാക്കി നേരത്തെ ചെയ്ത പ്രോബ്ലം ഒക്കെ സിമ്പിൾ ആയിരുന്നു. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഇപ്പൊ പ്രോബബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട നേരത്തെ ചെയ്ത ക്ലാസ്സുകളൊക്കെ നിങ്ങൾ വാച്ച് ചെയ്യുക. അതോടൊപ്പം നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. എന്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാൻ മറന്നു പോകരുത്. അപ്പൊ വീണ്ടും കാണാം. താങ്ക് യു.